ചോദ്യം ചോദിക്കാണ് ജോൺസനോട്. പറയ്. ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തില് ആര് ജയിക്കും? നമ്മള് ജയിക്കോ അവര് ജയിക്കോ? എന്താണ് അങ്ങനെ ഒരു സംശയം? സംശയം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ചൈന ഉണ്ട്, നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മുടെ കൂടെ അമേരിക്ക കൂടുവോ? അപ്പൊ ചൈന അവരുടെ കൂടെ പിന്നെ ആരാണ് അവരുടെ കൂടെ കൂടാൻ ചാൻസ്? പിന്നെ അവരുടെ കൂടെ മറ്റേ ഇവരെ കൂടുന്ന പറയണോ? ആര്? ഇസ്രായേലല്ല, വേറെ ഏതാണ്ട് രാജ്യം പറയണ്ടല്ല. തുർക്കി അവരൊക്കെ കൂടുന്ന പറയണോ? അപ്പൊ പിന്നെ നമ്മള് രക്ഷപ്പെടോ? അപ്പൊ നമുക്കൊരു ഇന്ത്യക്ക് ഭീഷണി ഉണ്ടോ? ഭീഷണി ഉണ്ട്. പക്ഷെ നമ്മള് നിരപരാധികള് വല്ലവർക്കും പറ്റുമെന്ന് ഞാൻ ചോദിക്കണേ ജോൺസനോട്. രാഷ്ട്രീയ നേതാക്കന്മാർക്കൊന്നും പറ്റില്ല. അവര് ബോംബ് വരുമ്പോഴേക്കും അവർ ഓടിയാകില്ല. നമ്മള് പാവങ്ങളെ ജീവൻ നശിപ്പിച്ച് കളയേണ്ട വരുമെന്നാണ് ഞാൻ ജോൺസനോട് ചോദിക്കണേ. പാവങ്ങളായ ആളുകൾ, നമ്മളെ പോലുള്ള നിരപരാധികൾക്ക് എന്ത് സംഭവിക്കുന്നുള്ളതാണ്. അതെ. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് വിശദമായിട്ട് പറയാം. ഓക്കെ, ശരി, ഓക്കെ. ഇതിലേ നമ്മള് പറഞ്ഞു ഈ ചൈന, തുർക്കി, അമേരിക്ക ഒക്കെ ഇടപെടുമെന്നുള്ള ഫസ്റ്റ് അതൊരു ആശങ്കയായിട്ട് നിൽക്കുന്ന കാര്യം അതാണെന്ന് മനസ്സിലായി. അപ്പോൾ ചൈനയ്ക്ക് ഒരിക്കലും പരസ്യമായിട്ട് പാകിസ്ഥാനൊപ്പം ഇടപെടാനായിട്ട് പറ്റില്ല. കാരണം ഇന്ത്യയുമായിട്ട് നല്ല നിലയിൽ വ്യാപാരബന്ധം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ചൈനയ്ക്കും ഇന്ത്യയോട് എന്താ പറയുക, ഇന്ത്യയുടെ വളർച്ചയിൽ അല്പം അമർഷം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരബന്ധം നഷ്ടപ്പെടുത്താൻ ചൈന ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചൈന പരസ്യമായിട്ട് ഇടപെടുകയാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്ക ഇടപെടാനുള്ള ചാൻസ് വളരെ ചൈന പരസ്യമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അമേരിക്ക ഒരുപക്ഷെ ഇടപെടാനുള്ള സാധ്യത ഉണ്ടെന്ന്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധമൊക്കെ നിൽക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഇടപെടൽ വിളിച്ചു വരുത്താനായിട്ട് ചൈന തൽക്കാലം ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ചൈന രഹസ്യമായിട്ടുള്ള പിന്തുണ മാത്രമേ കൊടുക്കാനുള്ള ചാൻസ് ഉള്ളൂ. പിന്നെ തുർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിയിൽ തന്നെ ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ടെന്നവർക്ക്. സാമ്പത്തികമായിട്ട് ദാരിദ്ര്യമായിട്ട് നിൽക്കുന്നൊരു രാജ്യമാണ് തുർക്കി. എർദോഗാൻ്റെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന്. അതുകൊണ്ട് തുർക്കി പുറമേക്ക് എന്തൊക്കെ കാട്ടിക്കൂട്ടൽ നടത്തുന്നല്ലാണ്ട് കാര്യമായിട്ടുള്ള ഒരു സപ്പോർട്ടിന് രംഗത്ത് വരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ബംഗ്ലാദേശാണുള്ളത്. പിന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ചാൻസുള്ള രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ സാമ്പത്തികമായ അഭിവൃദ്ധി പ്രാപിച്ച മുഴുവൻ രാജ്യങ്ങളും ഭീകരവാദത്തിനെതിരെ നിലപാടെടുക്കുന്ന രാജ്യങ്ങളാണ്. ഇപ്പം നമ്മൾ സൗദി, UAE, അതുപോലെ പല സാമ്പത്തികമായി ഭദ്രത നേടിയിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ തീവ്രവാദത്തിന് എതിരെയാണ് അവർ നിൽക്കുന്നത്. നേരെ മറിച്ച് ദരിദ്ര രാജ്യങ്ങൾ, ഒരിക്കലും ഗതി പിടിക്കാത്ത രാജ്യങ്ങളുണ്ടെന്ന് കുറേ ഇസ്ലാമിക രാജ്യം. നമ്മൾ ലോകത്തിലെ രാജ്യങ്ങളെടുത്ത് നോക്കിയാൽ ഗതി പിടിക്കാതെ നിൽക്കുന്ന കുറേ ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അവരുടെ ഉള്ളിലാണ് ഈ തീവ്രവാദം മുന്നിൽ നിൽക്കുന്നത്. അത്തരം രാജ്യങ്ങളുടെ ഒരു പിന്തുണയാണ് പാകിസ്ഥാന് കിട്ടാൻ പോകുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും പാകിസ്ഥാന് ഒരിക്കലും എന്തുണ്ടാവില്ല, ഒരു ഉപകാരത്തിലാവില്ല എന്നത്. കാരണം അവർക്ക് അവരുടെ രാജ്യത്ത് കിടന്ന് ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും. അൽഖയ്ദ പോലെയുള്ള സംഘടനകളൊക്കെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമ്പോൾ പൊതുസമൂഹവും എന്താ പറയുക, മുഴുവൻ ലോകരാജ്യങ്ങളും അൽഖയ്ദയ്ക്ക് എതിരെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ പൊതുവെ അത് ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് മാറുന്നത്. അപ്പോൾ പൊതുവെ മറ്റ് രാജ്യങ്ങൾ പാകിസ്ഥാൻ്റെ കൂടി എന്ന് വിചാരിച്ചിട്ട് ഇന്ത്യക്ക് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അത് ഒരു പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയാം. ഓക്കെ, ചേട്ടാ, ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ആര് ജയിക്കും? നമ്മുടെ ഇന്ത്യയുടെ അതില് ചേട്ടൻ പറഞ്ഞത് ഞാൻ കേട്ടു. നമ്മളൊരു ആശയത്തിൽ നിൽക്കുന്ന ആളാണ്. ആ ആശയം വെച്ചിട്ട് മനുഷ്യ മനസ്സുകളുടെ ചിന്ത, ആ ചിന്ത എങ്ങോട്ട് തിരിയുന്നു അതിനനുസരിച്ച് ലോകത്തിലെ മുഴുവൻ ഗതിവിധികളും സംഭവിച്ചുകൊണ്ട് വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തന്നെ വരാനുള്ള ഇപ്പോഴത്തെ ഈ പ്രശ്നം ഇത്രയും ഗൗരവമാവാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ പഹൽഗാമിലെ ഭീകരവാദികൾ ഇന്ത്യയിൽ വന്ന് എന്താ പറയുക, പാവപ്പെട്ട എന്താ പറയുക നിരപരാധികളായ ആളുകളെ വെടിവെച്ച് കൊന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യാക്രമണം ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാനിലേക്ക്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഈ തീവ്രവാദത്തിനെതിരെ ശക്തമായ ഒരു നിലപാട് എടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതോടൊപ്പം ആഗോള വ്യാപകമായി തീവ്രവാദത്തിനെതിരെ മനസ്സുകൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പാകിസ്ഥാനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകരവാദികളും തീവ്രവാദികളൊക്കെ അവരുടെ സൈന്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ തീവ്രവാദികളെ അവരുടെ താവളങ്ങൾ തകർത്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ തീവ്രവാദികളൊക്കെ അവരുടെ സൈന്യത്തിൻ്റെ ആളാണ്.
പാകിസ്ഥാനിലെ സംബന്ധിച്ചുള്ള നമ്മൾ നോക്കി ഒരു ഫുട്ബോൾ മാച്ച് നടക്കുമ്പോൾ ബാക്ക് ലൈനിൽ കളിക്കുന്ന ആളാണ് അവരുടെ ഈ ഭരണ നേതൃത്വം, പ്രധാനമന്ത്രി ഒക്കെ. ഈ അവരെ മധ്യനിരയാണ് സൈന്യം, അവരെ ഫോർവേഡാണ് തീവ്രവാദികൾ. അപ്പം തീവ്രവാദികളെ വെച്ചാണ് അവരെപ്പോഴും കളിക്കുന്നത്. മധ്യനിരയിലാണ് സൈന്യം നിൽക്കുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറും. അപ്പം തീവ്രവാദികളെ ഇന്ത്യയിൽ വന്ന് ആക്രമിച്ചപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചത് തീവ്രവാദി കേന്ദ്രങ്ങളാണ്. അപ്പം അവരെ ഫോർവേഡുകളെയാണ് ഇന്ത്യ അലക്കിയിട്ടുള്ളത്. സത്യത്തിൽ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മാനസികമായിട്ട് പിന്തുണ ഇന്ത്യക്ക് അനുകൂലമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ടാവും. ഈ 140 കോടി ജനങ്ങളിൽ ഒരു 100 കോടിയെങ്കിലും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യയുടെ സർക്കാരിൻ്റെ കീഴിൽ മനസ്സുകൊണ്ട് അണിനിരുന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? പാകിസ്ഥാന് പിന്തുണയായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് രാജ്യങ്ങളുള്ളൂ. ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും തുർക്കി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അവർ ഒരു ഫുൾ സപ്പോർട്ട് പാകിസ്ഥാന് കൊടുത്ത് പരസ്യമായിട്ട് രംഗത്ത് വരാനുള്ള സാധ്യതയില്ല. പിന്നെ ഇന്ത്യയുടെ പിന്നിലുള്ള ഈ മനഃശക്തി, ഇന്ത്യയുടെ ധാർമ്മികമായ കരുത്ത്, ഇതെല്ലാം വെച്ചിട്ട് ഒരു നിലയ്ക്കും പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം പാകിസ്ഥാൻ്റെ ഉള്ളിൽ പാകിസ്ഥാനെതിരെ തന്നെ പലതരത്തിലുള്ള വിഭാഗം ആളുകൾ, എതിർപ്പുള്ള ആളുകളുണ്ട്. അപ്പം അതിൻ്റെ ബേസിൽ പാകിസ്ഥാൻ്റെ ശക്തി പാകിസ്ഥാന് അനുകൂലമാവില്ല. പാകിസ്ഥാനെ പിന്തുണയ്ക്ക് രാജ്യങ്ങൾക്കും എന്താ പറയുക മനഃശക്തി കുറവുള്ള രാജ്യങ്ങളാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ പോലും പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് യുദ്ധത്തിൽ സ്വാഭാവികമായിട്ട് ആര് ജയിക്കും എന്നുള്ള പ്രസക്തിയില്ല. കാരണം ഇന്ത്യ തന്നെ ജയിക്കുള്ളൂ. കാരണം ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോഴത്തെ അവസ്ഥയിൽ യുദ്ധം വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഇന്ത്യ തന്നെയാണ് ജയിക്കുള്ളൂ. കാരണം ആരൊക്കെ പാകിസ്ഥാനെ പിന്തുണച്ചാലും, എത്ര ശക്തിയുള്ള രാജ്യം പാകിസ്ഥാൻ്റെ കൂടിയാലും ഇന്ത്യ അവരെ നേരിടും, പാകിസ്ഥാനെ തോൽപ്പിക്കും. അതിൽ യാതൊരു തർക്കമില്ല. പക്ഷെ ഇവിടെ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ യുദ്ധം ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാവാതിരിക്കുക. പാകിസ്ഥാൻ ഇന്ത്യയോടുള്ള അസൂയ, കാരണം ഇന്ത്യയും പാകിസ്ഥാനും ഒരു ദിവസം എന്ന് പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളാണ്. ഇന്ത്യ ഒരു പരിധി വരെ പല മേഖലകളിലും വളർന്ന് വലുതായി ലോകത്തിൻ്റെ എന്താ പറയുക ഒരു ആകർഷണവും മുഖ്യ പ്രതീക്ഷയും പ്രത്യാശയുമായി വളർന്നൊരു രാജ്യമാണ്. നേരെ മറിച്ച് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയോടുള്ള അസൂയ നിമിത്തം സ്വയം നന്നാവാൻ ശ്രമിക്കാതെ മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടി അവരുടെ എല്ലാ ശക്തിയും ചെലവഴിച്ച് അവരുടെ രാജ്യത്തിന് വികസിക്കാൻ വേണ്ട പണം അല്ലെങ്കിൽ വേണ്ട വിഭവങ്ങൾ ഇത് മുഴുവനും എതിർ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി അസൂയ എന്ന് പറയും. അങ്ങനെ ചെലവഴിച്ച് ആ രാജ്യം ദരിദ്ര രാജ്യമായിട്ട് മാറി. അപ്പം അത്തരം അവസ്ഥയിൽ ഇന്ത്യയോടുള്ള അവരുടെ വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയാണ്. അസൂയക്കാരൊരിക്കലും വിജയിക്കില്ല, രക്ഷപ്പെടില്ല. കാരണം മറ്റുള്ളവരെ നന്മ കാണാതിരിക്കുക, മറ്റുള്ളവരെ നശിപ്പിക്കുക, മറ്റുള്ളവരെ സന്തോഷം കെടുത്തുക, ഇതാണ് അസൂയക്കാരെ ആൾ പ്രത്യേകത. അപ്പോൾ പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തിൻ്റെയും അവിടുത്തെ പട്ടാള ഭരണാധികാരികളെയും അവർ പിന്തുണയ്ക്കുന്ന മത തീവ്രവാദികളുടെയും ഭീകരവാദികളുടെ ലക്ഷ്യം ഇന്ത്യയുടെ സന്തോഷം കളയുക, ഇന്ത്യയുടെ സമാധാനം കളയാനുള്ളതാണ്. അവർ അതിന് എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ട് എന്താ പറയുക, നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് അതിൻ്റെ ചെറിയ പരിക്കുകൾ ഇന്ത്യക്ക് ഏൽക്കുമെങ്കിലും അന്തിമമായിട്ട് ഇന്ത്യയാണ് വിജയിക്കുക. അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമുള്ള ഈ മാനസിക പോരാട്ടത്തിലും എന്താ പറയുക, ഈ യഥാർത്ഥ യുദ്ധത്തിലും ഏത് തരത്തിലുള്ള യുദ്ധമാണെങ്കിലും അന്തിമ വിജയം ഇന്ത്യക്ക് തന്നെയായിരിക്കും. പാകിസ്ഥാൻ സർവ്വ മേഖലയിലും പരാജയപ്പെട്ട് നശിച്ച് നാറാണകൽ എടുക്കുക എന്നല്ലാണ്ട് ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഇന്ത്യക്കാരായ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഏതൊരു യുദ്ധത്തിനും കുറേ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം നമ്മൾ ഇന്നിത്തിരി കഷ്ടം ദുരിതം കാര്യങ്ങൾ അനുഭവിച്ചാലും നമ്മുടെ ഭാവി തലമുറയ്ക്ക്, കാരണം ഇതിൻ്റെ എഫക്റ്റ്, കാരണം അവർക്കെങ്കിലും മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം അവർക്ക് ഒന്നുമില്ലെങ്കിൽ മാനസാന്തരം വരണം, അതല്ലെങ്കിൽ അവർ നശിച്ചു പോകണം. ഇതിലെന്തെങ്കിലും ഒന്ന് ഉണ്ടായേ പറ്റുമോ? അപ്പോൾ ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഈ ഇന്ത്യയോടുള്ള അസൂയ ഒഴിവാക്കുക, ഈ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന ഈ പരിപാടി ഒഴിവാക്കുക,
അവരുടെ രാജ്യത്തിന് വിജയിക്കാൻ വേണ്ട, അവരുടെ രാജ്യത്തിന് വികസിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റു രാജ്യത്തിനെ നശിപ്പിക്കുന്നതിനുള്ള ആ ശ്രമത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ പാകിസ്ഥാന്റെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ പാകിസ്ഥാൻ എന്ന രാജ്യം നിലനിൽക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അത് ചിന്ന ഭിന്നമായി പോവും. അതല്ലാതെ ഇന്ത്യക്ക് ഒന്നും സംഭവിക്കില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരാം, പ്രശ്നങ്ങൾ വരാം, പെട്രോളിൻ്റെ വില കൂടാം, ഡീസലിൻ്റെ വില കൂടാം, ഇതൊക്കെ ഉണ്ടാവാം. അതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ, ക്ഷമിച്ചേ പറ്റൂ. വേറൊരു പരിഹാരമില്ല. ഒക്കെ ഒരു ഫോൺ വന്നിട്ടുണ്ട് തൽക്കാലം.